വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ബാക്ക് ടു മദ്രസ ഷോപ്പിംഗ് വ്ളോഗ് ആണ് എടുക്കുന്നത്. ദിവസത്തെ ഷോപ്പിംഗ് വ്ളോഗാണ് ഞാനിപ്പോൾ 3 മിനിറ്റിന് ഇതാക്കിയിട്ടുള്ളത്. ഏകദേശം പറഞ്ഞാൽ 4 മിനിറ്റ് ഉണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ ടെക്സ്റ്റൈൽസിൽ കയറി. പിന്നെ ഫർദീൻ്റെ അനിയനിക്ക് ഡ്രസ്സും ഒക്കെ എടുത്തേ. ഡ്രസ്സും എനിക്കുള്ള ബാഗും മാത്രമായിരുന്നു എടുത്തേ. ഇപ്പം നമ്മളുള്ളത് രാമനാട്ടുകാരിലെ ഒരു ബുക്ക് സ്റ്റാളിലാണ് കേട്ടോ. ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ വേണം പറയാം. ആർട്ട്, ക്രാഫ്റ്റ്, ബുക്കിന്റെ സ്റ്റേഷനറീസ്, സ്കൂൾ ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഉള്ളേ. പ്രത്യേകിച്ച് മദ്രസയുടെ. നേരത്തെ ആളതിൻ്റെ അനിയനെ കണ്ടില്ലേ, ചൂരൽ കണ്ടപ്പോൾ അവൻ്റെ പ്രകടനമാണ്. ഒരുപാട് ക്യൂട്ട് ആൻഡ് അസ്തെറ്റിക് ആയിട്ടുള്ള നോട്ട്ബുക്സും ബോക്സസും പല അടിപൊളി വെറൈറ്റീസ് ഉണ്ടായിരുന്നേ. ഈ സാധനം കണ്ടോ? ഇത് കണ്ടപ്പോൾ എനിക്ക് പ്രേമലൂല് സച്ചിന് റീനിന് കൊടുത്ത ഗിഫ്റ്റ് ആയിട്ടാ തോന്നി. അതിനെ പറ്റിയൊരു പാട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ആവശ്യമായിട്ടുള്ള ബുക്കിന്റെ റാപ്പിംഗ്, നെയിം സ്ലിപ്പ്, ബോക്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. കുറെ ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ, പിന്നെ പ്രത്യേകിച്ച് ക്രാഫ്റ്റിന്റെ ഐറ്റംസ് അതൊക്കെ കണ്ടപ്പോൾ എന്റെ കണ്ണ് നേരെ പോയത് അതിലോട്ടാണ്. പിന്നെ അവിടുന്ന് ഈ ബുക്കിന്റെ ഹാളിലെത്തി. ണ്ടോ ഫ്രോഗ് പ്രിൻസസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ ഓർമ്മ, അത് പണ്ടൊക്കെ നമ്മൾ കാണാറില്ലേ, ഈ ഫ്രോഗും കിസ് ചെയ്യുമ്പോൾ ഒരു പ്രിൻസസ് കൈമാറുന്നേ, അതാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ അതൊരെണ്ണം വാങ്ങിച്ചേ. ഞങ്ങൾ 2 പേർക്ക് ഓരോരോ ഖുറാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇവന്റെ ഖുറാനാണ് എനിക്ക് എസ്തെറ്റിക് ആയിട്ട് തോന്നിയത്. ഞാൻ അവന്റെ കാല് പിടിച്ച് തരാനായിട്ട്, പക്ഷെ സാധനം തരുന്നില്ലടാ. അതൊക്കെ കഴിഞ്ഞൊന്ന് വിശന്ന് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഒരു അക്കരയിൽ കയറി കേട്ടോ. എന്നിട്ട് ലൈമോ, മുട്ട പപ്സ്, ചായ, അമ്മാരി സാധനങ്ങളൊക്കെ തിന്നു. ഇനി കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കാം. അല്ല പിന്നെ 4 ആൾക്കാർ ശ്രദ്ധിക്കട്ടെന്നേ. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാലും ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാലും എനിക്കില്ലാത്ത സാധനമാണ് ക്ഷമ എന്ന് പറയുന്നത്. അങ്ങനെ വേണ്ട ഒത്തിരി ഐറ്റംസ് എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ സ്ഥലം വിട്ടേ. ബസ് കയറിയിട്ടാണ് രാമനാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വരുമ്പോൾ ഒരു 6:30 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉപ്പാനെ വിളിച്ച് വരുത്തിയിട്ട് ഉപ്പാന്റെ കൂടെ ഒന്ന് കടയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ നണ്ണാൻ പോയി. അങ്ങനെ ആ ബേക്കറിയിലെ വിശേഷങ്ങൾക്കെല്ലാം ശേഷം നമ്മൾ നീണ്ട ഒരു യാത്രയാണ്. നീണ്ട യാത്ര എങ്ങോട്ടാ? അത് തന്നെ വീട്ടിലേക്ക്. ഇനി അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് നോക്കി പിന്നെ നേരെ ബെഡിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം. ഇതാണ് നമ്മുടെ ബാക്ക് ടു മദ്രസ ഷോപ്പിംഗ് വ്ളോഗ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ്. ഇഷ്ടപ്പെട്ടായി കാണുന്നതൊക്കെ ഒന്ന് ചെയ്യണേ.